യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-15 വാക്യങ്ങൾ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സഹിത്വം നമ്മൾ പാടൂലോ, എന്തു നല്ലോർ സഖി യേശു, അല്ലേ? സോ പല സമയമില്ല, നമ്മുടെ സമയം തീർന്നു. ഹല്ലേലൂയ. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. കർത്താവ് പറയുക, ഞാൻ ആരാന്നറിയാമോ? നിനക്കും എനിക്കും സ്നേഹിതൻ. എന്നാലോചിച്ച് ചോദിക്കാൻ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഉള്ളവർക്കേ അറിയത്തുള്ളൂ. വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെയും വഴക്ക് വരെ എന്ത് ചെയ്യും കൂട്ടുകാരൻ. സ്തോത്രം. ചിലരൊക്കെ ഊറിച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അവരുടെ ചെറുപ്പകാലം ഓർത്തിട്ടാണോ അത് ഇപ്പം എൻ്റെ മക്കൾ പറയുന്നുണ്ടാവുമോ അങ്ങനെയെന്നൊക്കെ ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുമാകട്ടെ, സ്തോത്രം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനോട് എന്ത് ചെയ്യാം? തുറന്നു പറയാം. അവനാരോടും പറയത്തില്ല. സ്തോത്രം. പറഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ട്? ഒരാശ്വാസമുണ്ട്. എവിടെ പറയാനാണ്? വീട്ടിൽ പറയാൻ പറ്റുമോ? അപ്പനോട് പറയാൻ പറ്റത്തില്ല, അമ്മയോട് പറയത്തില്ല. അപ്പം പട്ടാള സ്റ്റൈലിൽ വരുന്നു, അമ്മ അങ്ങനെ ചട്ടുവോ എടുത്ത് നിൽക്കുക. രണ്ടും ഈ ടൈപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കിടന്ന് ഈ കശപിശാപ്പ്. സ്തോത്രം. പിള്ളേർ പറയണത് ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമാധാനം, പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന ഓർക്കാനേ പറ്റുന്നില്ല എന്ന്. ഇവിടെ ഇരിക്കുന്ന ആരുടെയും കാര്യമല്ല പറയണത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാം. സന്തോഷത്തോടെ ഇരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം എന്ത് പറഞ്ഞു? കർത്താവ് പറഞ്ഞ് സഹിത്വം. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. സ്തോത്രം. എന്നിട്ട് ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിനോട് മറച്ചു വെച്ചിട്ട് വല്ലോ കാര്യവും ചെയ്യുമോ? ഒന്നും ചെയ്ത്. ദൈവം മനസ്സ് തുറക്കുന്നു. ഏത് കാര്യത്തിനും ആ ദേശത്തുണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ അടുത്ത് പോയി മനസ്സ് തുറക്കുന്ന ഒരു ദൈവം. ഇങ്ങനത്തെ ഒരു ദൈവത്തെ പരിചയമുണ്ടോ? എൻ്റെ പൊന്ന്. പക്ഷെ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞതെല്ലാം ഒരു മണ്ടനെ പോലെ വിശ്വസിക്കണം. അബ്രഹാമേ, ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രം എണ്ണാവോ? എനിക്ക് എണ്ണാനൊന്നും അറിയത്തില്ല. ഇത് എണ്ണിയാലും തീരത്തില്ല. ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ എണ്ണിയാൽ തീരത്തില്ല. നിനക്ക് മക്കൾ അങ്ങനെ ഉണ്ടാവും. ഭൂമിയിൽ നോക്കി മണൽത്തരി പൊടിയും എണ്ണാവോ നിനക്ക്? ഇല്ല, പറ്റത്തില്ല. എനിക്കൊരു എത്രയാണ് 1000 വർഷം തന്നാൽ പോലും ഞാൻ എണ്ണിത്തീരത്തില്ല. നിൻ്റെ മക്കൾ അങ്ങനെയാവും. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു എന്ന് തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു. ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്തവൻ്റെ കൂടെ ഒന്നും ദൈവം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്തും വിശ്വസിക്കും. വിശ്വസിച്ചില്ല ചോദ്യം ചെയ്യുവാണ്, ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. അബ്രഹാം അങ്ങനെയല്ല. ദൈവം എന്തു പറഞ്ഞാലും വിശ്വസിക്കും.